കൊല്ലം പരവൂർ പാരിപ്പള്ളി റോഡിൽ അമ്മാരത്ത് മുക്കിലാണ് ഇന്നലെ വൈകിട്ട് ഒരു അപകടമുണ്ടായത്. ഭാഗ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അത്ഭുതം എന്ന വാക്ക് പോലും പര്യാപ്തമാണോ എന്നറിയില്ല. കാരണം എല്ലാത്തരം അപകടങ്ങളും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ബസ് നിർത്തി പിന്നീട് മുന്നിലേക്ക് എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഈ ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് ബസ്സിനെയൊക്കെ സംബന്ധിച്ച്. അത് രണ്ട് വശങ്ങളിലും കൊണ്ട് തൊട്ട് മുന്നിലുമുണ്ട്. വാഹനം ഈ ബസ് നിർത്തി മുന്നിലേക്ക് എടുക്കുമ്പോൾ ഡ്രൈവർ ഈ സ്ത്രീ മുന്നിലേക്ക് ഓടി വരുന്നത് കണ്ടില്ല എന്നുള്ളതാണ് ഡ്രൈവർ ഉൾപ്പെടെ അതിനുശേഷം പറഞ്ഞത്. പക്ഷേ ഈ ആദ്യ ഇടിയുടെ ആഘാതത്തിൽ സ്ത്രീ നേരെ താഴേക്ക് വീഴുമ്പോൾ പിന്നീടുണ്ടാകുന്ന അപകടം ഈ വാഹനത്തിന്റെ ടയറുകളുമായി ബന്ധപ്പെട്ട ടയർ കയറി അപകടമുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത് അത്ഭുതകരമായി ബസ്സിന് അടിയിലൂടെ ആ ബസ് കടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതെല്ലാം കണ്ടു നിൽക്കുന്ന ആളുകളുടെ ആ മനോഭാവം നമുക്ക് മനസ്സിലാവും. എന്തായാലും അത്തരത്തിൽ വലിയ അപകടം, ജീവൻ നഷ്ടമാകുന്ന തരത്തിലൊക്കെ അപകടം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി. ഇവിടെ രണ്ടു കൂട്ടരും ജാഗ്രത കാണിക്കണം. ഒന്ന്, വണ്ടി മുന്നിലേക്ക് എടുക്കുമ്പോൾ തൊട്ടു മുന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ജാഗ്രത വേണം. മറ്റൊന്ന്, ഇത്തരത്തിൽ ഓടിക്കയറുമ്പോൾ ബസ് ഇത്തരത്തിൽ മുന്നിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടി, യാത്രക്കാർ കൂടി, കല്ലറ യാത്രക്കാർ കൂടി ജാഗ്രത കാണിക്കണമെന്ന പാഠം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ. ഭാഗ്യം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇതിൽ ആ വീണേന്റെ ഒരു ചെറിയ പരിക്ക് എന്നതിൽ കവിഞ്ഞ് അവർക്കൊന്നും സംഭവിച്ചില്ല എന്നത് വലിയ ആശ്വാസമാണ്. നമ്മൾ എത്രയോ അപകടങ്ങൾ ഇതുപോലെ ജീവൻ നഷ്ടമാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വാഹനങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് ഓടിപ്പോവുക, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു ധൃതിയിൽ സംഭവിച്ചു പോകുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും ആ പരിക്ക് മാത്രമേ ഉള്ളൂ. കാരണം ആ വീഴ്ചയിലെ പരിക്ക് ഈ ബസ്സിൽ വന്ന് ഇടിച്ചതിന്റെയും പിന്നീട് ആ വീണതിന്റെയും പരിക്കാണുള്ളത്. ഏതായാലും ഇന്നലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇതെന്തായാലും തിരക്കുള്ള റോഡാണ് ഈ കൊല്ലം പരവൂർ പാരിപ്പള്ളി റോഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ തിരക്കുള്ള റോഡാണ്. നമുക്ക് തൊട്ട് ആ ദൃശ്യങ്ങൾ തന്നെ തൊട്ടൊരു അപ്പുറത്തു കൂടി ഒരു കാറ് കൂടി കടന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ തിരക്കുള്ള സ്ഥലമാണ്. അപ്പൊ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയാണ് അത്തരത്തിൽ പെട്ടെന്ന് ഓടി എത്തുന്നത്. മറ്റു പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ആ വീഴ്ചയിൽ പരിക്ക് മാത്രമാണുള്ളത്. ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ സ്ത്രീ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇത് മരണം മുന്നിൽ കണ്ടു എന്നും അല്ലെങ്കിൽ ദൈവം ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ചു കയറ്റി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെയുള്ള ഒരു സംഭവമാണ്. ബസ് ഇടിച്ച് നേരെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ വീഴുന്നു. പക്ഷേ കൃത്യം ആ ടയറുകൾക്ക് നടുവിലായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നതാണ്. അല്ലെങ്കിൽ എന്ത് വലിയ അപകടം ഉണ്ടായേനെ എന്നാണ്. അതിൽ അവർ ഇന്നലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടി വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോൾ അറിയാലോ, ചെറിയൊരു പരിക്ക് മാത്രമേ, ആ വീഴ്ചയുടെ ഒരു ആഘാതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.